Hello കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. Find the coordinates of the point of trisection of the line segment joining 1, -2 and -3, 4. ഇത് കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 1, -2 and -3, 4. ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, അതിന് നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. അതിനെ ട്രൈസെക്ട് ചെയ്യുന്ന 2 പോയിന്റ്സ് ഉണ്ട്, അതിന് നമുക്ക് PQ എന്ന് പേര് കൊടുക്കാം. ട്രൈസെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ AB എന്ന ലൈൻ സെഗ്മെന്റിനെ 3 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്യുന്നു. പോയിന്റ് എയും പോയിന്റ് ബിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1, -2 ആണ് പോയിന്റ് എ, -3, 4 ഇതാണ് പോയിന്റ് ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഗിവൺ പോയിന്റ്സ് ആർ എ 1, -2 and B, -3, 4. Let the trisecting points are P and Q. അപ്പോൾ നമുക്ക് AP ഈക്വൽസ് ടു PQ ഈക്വൽസ് ടു QB എന്ന് എഴുതാം. സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് കോർഡിനേറ്റ്സ് ഓഫ് P കണ്ടുപിടിക്കാം. 3 ഈക്വൽ പാർട്സ് ആണല്ലോ, 1, 1, 1. അതിൽ A മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. P മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് 1 + 1 2 ആയിരിക്കും. 1:2 എന്ന റേഷ്യോയിലായിരിക്കും ഈ P കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. Therefore, the point P divided AB in the ratio of 1:2. So, the coordinates of P equals to m1x2 by m1 plus m2. m1y2 plus m2y1 by m1 plus m2. ഇവിടെ m1:m2 is 1:2. x1 ഉം x2 എല്ലാം ഈ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ x1 is 1, y1 is -2, x2 is -3, y2 is 4. ഈ വാല്യൂസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് കോർഡിനേറ്റ് ആദ്യം കണ്ടുപിടിക്കാം. m1 x2. m1 is 1 into x2 -3 plus m2 x1. m2 is 2 and x1 is 1. 2 into 1 by 1 plus 2 equals to 1 into -3 is -3 plus 2 into 1 is 2 by 1 plus 2 is 3. -3 plus 2 is -1 by 3. ഇനി നമുക്ക് y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. m1y2. m1 is 1, y2 is 4 plus m2y1. m2 is 2 and y1 is -2 by 1 plus 2 equals to 1 into 4 is 4 plus 2 into -2 is -4 by 1 plus 2 is 3. 4 plus -4 is 0 by 3 equals to 0. ഇപ്പോൾ P കോർഡിനേറ്റ്സിലെ എക്സും വൈയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദ കോർഡിനേറ്റ്സ് ഓഫ് P ഈസ് -1/3, 0. ഇനി നമുക്ക് പോയിന്റ് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നോക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് മിഡിൽ ഫോർമുല യൂസ് ചെയ്യാം. കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ക്യൂ ഈക്വൽസ് ടു x1 plus x2/2 y1 plus y2/2. ആദ്യം നമ്മൾ 1:2 എന്ന റേഷ്യോ യൂസ് ചെയ്താണ് പോയിന്റ് P കണ്ടുപിടിച്ചത്. അതുപോലെ 2:1 എന്ന റേഷ്യോ യൂസ് ചെയ്തിട്ട് സെക്ഷൻ ഫോർമുല വെച്ച് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് മിഡിൽ ഫോർമുല വെച്ച് ചെയ്യാമല്ലോ. ഇവിടെ x1 is -1/3 plus x2 is -3 all divided by 2 and y1 is 0 plus 4/2. ഇവിടെ -1/3യും -3യും കൂടെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ -10/3 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ 2 ആൻഡ് 0 plus 4 is 4/2. ദാറ്റ്സ് ഈക്വൽസ് ടു -10/3/2. 10ഉം 2ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 10ൽ 2 5 times, 2ൽ 2 1 time. -5/3 എന്ന് കിട്ടും. പിന്നെ 4/2 നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാം. 4ൽ 2 2 times, 2ൽ 2 1 time, 2 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് പോയിന്റ് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. -5/3 and 2. ആദ്യം നമ്മൾ കോർഡിനേറ്റ്സ് ഓഫ് P കണ്ടുപിടിച്ചത് സെക്ഷൻ ഫോർമുല യൂസ് ചെയ്താണ്. അടുത്തതായിട്ട് നമ്മൾ കോർഡിനേറ്റ്സ് ഓഫ് Q കണ്ടുപിടിച്ചത് മിഡിൽ പോയിന്റ് ഫോർമുല യൂസ് ചെയ്താണ്. മനസ്സിലായല്ലോ? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.